ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അല്ലേ? നമുക്കെല്ലാവർക്കും സംതിങ് സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം ഉണ്ടാവും. നമ്മൾ എത്രയൊക്കെ റെസിപ്പി വെച്ച് ഉണ്ടാക്കിയാലും നമുക്കുണ്ടാക്കാൻ തോന്നുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ അവൈലബിൾ ആണോ ആ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡിഷ് ഉണ്ടാക്കാൻ എല്ലാവർക്കും താല്പര്യമില്ലേ? മനസ്സോടെ ഉണ്ടാക്കുന്നത് കൊണ്ട് അതിനായിരിക്കും ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. വീട്ടിലൊരു ഷെഫും കൂടെ ഉള്ളപ്പോൾ സംഗതി ഈസിയായി. അങ്ങനെ ഞങ്ങളുണ്ടാക്കി മോദ കുടംപുളി ഇട്ട് വെച്ചതും വാട്ടുകപ്പ താളിച്ചതും. വാപ്പ എന്നൊക്കെ പറയും. പച്ചക്കപ്പ ഉണക്കിയെടുക്കുന്നതാണ്. അതിന് നല്ല കട്ടിയാണ്. ഉണക്കിയെടുത്തത് കൊണ്ട് അത് കഴിക്കുമ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. അത് കുറേ നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് ഒടിച്ചെടുത്ത് 2-3 നീര് കഴുകി അത് നമ്മൾ തോരാൻ വെക്കുന്നു. വേവ് കൂടുതലായതുകൊണ്ട് കുക്കറിലാണ് ഞങ്ങൾ പാകം ചെയ്തത്. പിന്നെ കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ ജീരകം മാറ്റാം. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തതാ ഈ പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ കല്ല പാകമായിട്ടുണ്ട്. ചെരുവത്തിലേക്കോ കലത്തിലേക്കോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് എടുക്കാം. അതിലേക്ക് താളിപ്പിനുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ ആഡ് ചെയ്യാം. അതായത് സാധാരണ കറിവേപ്പില, കടുക്, ഉള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, ജീരകം കുറച്ചുകൂടി ഇടാം ടേസ്റ്റ് ഇഷ്ടം. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. താളിപ്പാണ്, അതുകൊണ്ട് അതിലെ വെള്ളം വറ്റുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം കുറച്ച് വറ്റുമ്പോഴേക്കും നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന കപ്പയെടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് പതുക്കെ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഇപ്പോൾ തന്നെ നല്ല ജീരകത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ മണം വന്ന് വെളിച്ചെണ്ണയുടെയൊക്കെ മണം വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. ഉണക്ക കപ്പ താളിച്ചത് റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ, ഇഷ്ടമായില്ലേ? നമ്മുടെ മോദക്കറിയിലേക്ക് പോകാം. മീൻകറി വെക്കുമ്പോൾ ആദ്യം കുടംപുളി അത് കട്ടിയുള്ളത് കൊണ്ട് കുറച്ച് കുതിർക്കാൻ വെക്കണം. സാധാരണയായി വെള്ളത്തിലിട്ട് വെക്കാറാണ് പതിവ്. നമുക്ക് സമയം കുറവായതുകൊണ്ട് നമുക്കത് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ ഒരു കറുത്ത കളറുണ്ടാകും. അത് ഊറ്റിക്കളയുക. എന്നിട്ട് ഒന്നും കൂടെ തിളപ്പിച്ച് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. കുടംപുളി ഇട്ട് വെക്കുന്ന മീൻകറിയാണ് കോട്ടയംകാരുടെ പ്രത്യേകത. നമ്മുടെ മോദ നല്ല ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്. അത് നല്ല കഴുകി വൃത്തിയാക്കി വെള്ളം കണ്ടിട്ട് നമ്മൾ മാറ്റിയെടുക്കണം. അതിന് തോരാനായി വെക്കുക. ഇത് കറി വയ്ക്കുമ്പം ആവശ്യത്തിന് വെള്ളം ഇതിൽ നിന്ന് തന്നെ കറിക്കുള്ളിലേക്ക് കിട്ടും. പിന്നെ മീൻകറിക്ക് ആവശ്യമായ സാധനങ്ങൾ: ഇഞ്ചി മഞ്ഞൾ പേസ്റ്റ്, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഉലുവ മുഴുവനായിട്ടിടാം. പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, അതെല്ലാം കൂടെ നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുക. എളുപ്പത്തിന് വേണ്ടിയാണ്. ഇനി നമുക്ക് നമ്മുടെ മീൻ കറിയിലേക്ക് പോകാം. അടുപ്പത്ത് വെച്ച് മീൻചട്ടി ചൂടാകുമ്പോൾ, കറിച്ചട്ടിയാണ് ഉത്തമം, മൺചട്ടി, അതിൽ വയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ആഡ് ചെയ്യുക. പിന്നെ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് പൊടിയാണെങ്കിൽ ഉലുവ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, നേരത്തെ തന്നെയുള്ള മിക്സിൽ നമ്മൾ പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉലുവ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുത്ത് ആഡ് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും, പച്ചമണം മാറി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി മുഴുവൻ ഇതിലേക്ക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തൊരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളി അതും ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് മെയിനായിട്ടും കുറച്ച് 1-2 സ്പൂണ് കായപ്പൊടി ഇടുക. ഇതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞ് നല്ല ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അടി പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല കുഴമ്പ് പരുവാകും. അതിലേക്ക് നമുക്ക് ഇനി വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഉപ്പിട്ട് നോക്കാം. അധികം വെള്ളം വെക്കേണ്ട, കാരണം നമ്മുടെ മീനിനകത്ത് അത്യാവശ്യം നല്ല വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അതിടുമ്പോഴേക്കും ഗ്രേവി ഒത്തിരി ആകും. പിന്നെ നമ്മൾ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ടി വരും. അപ്പോഴേക്കും മീനൊക്കെ പൊടിഞ്ഞു പോകാം. അതുകൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം ഒന്ന് അടച്ച് വെക്കുക. ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മോദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് അടിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം, അടിയിൽ പിടിക്കാതിരിക്കാൻ. ഉപ്പൊക്കെ ഒന്ന് ചേർന്ന് വരാനായിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം. അധികം ഇളക്കണ്ട, പതുക്കെ. എന്നിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് നേരം അത് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മോദക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കുടംപുളി ഇട്ട ആ മോദക്കറിയുടെ ടേസ്റ്റ് അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഈ കോട്ടയം സ്പെഷ്യൽ കുടംപുളിക്കറി കേട്ടോ.
ഇനി അതിലേക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. പഴയ പോലെ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, അതിൽ കുറച്ച് കടുക് ചേർത്ത് പൊട്ടിക്കുക, അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ട് 1-2 അല്ലി അതുകൂടെ ചേർത്ത് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് കായപ്പൊടി ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ആഡ് ചെയ്യുക. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് കായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം അടുപ്പിൽ വെക്കേണ്ട. എന്നിട്ടത് ചേർത്ത് കൊടുക്കുക. ഇപ്പം തന്നെ കാണാനും പിന്നെ അതുപോലെ തന്നെ കാണുന്ന പോലെ തന്നെ അടിപൊളി സ്മെല്ലാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ആറി വരുമ്പോഴേക്കിനും കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നമുക്ക് ചട്ടി ഒന്ന് കറക്കിയെടുക്കാം. കറക്കിയെടുത്ത് അടുപ്പിൽ നിന്ന് വാങ്ങാം.